ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ പിതാവായ ദൈവത്തെ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ഇന്ന് വരെ നമ്മൾ അനുഭവിച്ച ദൈവകരുണയെ പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി കുറിപ്പ് 1181 സന്ദേശം. എൻ്റെ മകളെ, സംശയലേശമെന്നിയെ എന്നേക്കും ഇത് മനസ്സിലാക്കുക. മാരക പാപത്തിനല്ലാതെ മറ്റൊന്നിനും ഒരാത്മാവിൽ നിന്ന് എന്നെ പുറത്താക്കുവാൻ സാധിക്കുകയില്ല. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല, ഞാൻ നിന്നെ അനാഥയായി വിടുകയില്ല. ദൈവവചനം നമുക്ക് തരുന്ന വലിയ ഉറപ്പുകളിൽ ഒന്നാണ്. ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നതിന് വേണ്ടി ഞാനൊരു സഹായകനെ നിങ്ങൾക്ക് അയക്കും. പരിശുദ്ധ പരമത്രയത്വം പരിശുദ്ധാത്മാവിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്നു. വിശുദ്ധ കൂദാശകളിലൂടെ നമ്മളെ മുദ്രവയ്ക്കുന്നു, നമ്മളെ പരിപോഷിപ്പിക്കുന്നു, നമ്മളെ ശക്തിപ്പെടുത്തുന്നു, നമ്മളെ നയിക്കുന്നു. വിശുദ്ധ കൂദാശകളിലൂടെ, പരിശുദ്ധാത്മാഭിഷേകത്തിലൂടെ പരിശുദ്ധ ത്രിത്വം നമ്മളിലേക്ക് കടന്നു വരുമ്പോഴും അവൻ നമുക്ക് സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടല്ല കടന്നു വരിക. സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് തൻ്റെ തന്നെ ഛായയും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ദൈവമക്കളെന്ന ബോധ്യത്തിൽ തന്നെയാണ് നമ്മളിലേക്ക് നമ്മുടെ പിതാവായ ദൈവം, പരിശുദ്ധ പരമ ത്രിത്വൈക ദൈവം നമ്മളിലേക്ക് കടന്നു വരിക. അപ്പോൾ ഈശോ പറയുകയാണ്, മാരക പാപത്തിനല്ലാതെ ഒരാത്മാവിനും എന്നെ പുറത്താക്കാൻ സാധിക്കുകയില്ല. ദൈവം ഒരിക്കലും നമ്മളെ അനാഥരായി വിടുകയില്ല. മറിച്ച് നമുക്ക് ദൈവത്തെ തള്ളി പറഞ്ഞുകൊണ്ട് സ്വയം അനാഥരായിട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇമ്മാനുവേലിന് ഒരിക്കലും അവൻ്റെ സ്വഭാവത്തെ മാറ്റാൻ പറ്റത്തില്ല. അവൻ കൂടെ വസിക്കുന്നവനെ പുറന്തള്ളാനായിട്ടുള്ള അവകാശവും അതിനു വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യവും നൽകപ്പെട്ടിരിക്കുന്നത് മനുഷ്യന് തന്നെയാണ്. കാരണം മനുഷ്യൻ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ മാത്രമാണ് അവനിൽ തന്നെ എന്തെങ്കിലും യോഗ്യത ഉള്ളതായിട്ട് മാറ്റപ്പെടുക. അവൻ്റെ യോഗ്യതയും ദൈവത്തിൻ്റെ കൃപ നൽകുന്ന യോഗ്യത തന്നെയാണ്. അത് ദൈവത്തിന് വേണ്ടി ഓപ്റ്റ് ചെയ്യാൻ അവൻ അസ്തിത്വപരമായിട്ട് ഒരു തീരുമാനം എടുക്കുക. എന്താണ് അസ്തിത്വപരമായ തീരുമാനം എന്ന് പറയുക? അവൻ്റെ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, നിലപാട് കൊണ്ട്, ആഗ്രഹം കൊണ്ട്, ഇഷ്ടം കൊണ്ട്, പൂർണ്ണ മനസ്സുകൊണ്ട്, പൂർണ്ണ ആത്മാവ് കൊണ്ട്, സർവശക്തി കൊണ്ട്, എല്ലാം ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നത് എന്തോ അത് മതി എനിക്ക് എന്ന തീരുമാനമെടുക്കാനും ഒരുവൻ തയ്യാറാകുമ്പോൾ അവൻ്റെ നിലനിൽപ്പ് കൊണ്ട്, അവൻ്റെ അസ്തിത്വം കൊണ്ട് അവൻ ദൈവഹിതത്തിന് ആമേൻ പറയുക. പക്ഷേ അതിന് എല്ലാം ദൈവം അവൻ്റെ കൃപയിൽ നിന്നാണ് നമുക്കതിനുള്ള ശക്തി നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാതന്ത്ര്യം നൽകപ്പെടുന്നുണ്ടെങ്കിലും ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കാനുള്ള കൃപ പോലും മനുഷ്യനായതുകൊണ്ട്, സൃഷ്ടിയായതുകൊണ്ട് സൃഷ്ടാവിൽ നിന്ന് തന്നെ സ്വീകരിക്കേണ്ടതുണ്ട്. അത് സ്വീകരിക്കാതെ ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ട് പിശാച് ഈശോയ്ക്ക് കൊടുത്ത പ്രലോഭനം, ലോകവും അതിൻ്റെ എല്ലാ നഗരങ്ങളും അതിൻ്റെ ഐശ്വര്യവും കണ്ടുകൊണ്ട് അത് മതി, എൻ്റെ വിശ്വാസം എനിക്ക് വേണ്ട, എനിക്ക് അങ്ങനെ ജീവിച്ചാൽ മതി, എൻ്റെ വിശ്വാസത്തിന് വേണ്ടി നിലപാടെടുക്കുമ്പോൾ എനിക്ക് നഷ്ടമാകാവുന്ന ചില ഭൗതികമായിട്ടുള്ള സ്വപ്നങ്ങൾ, ചിലപ്പോൾ മറ്റ് മതവിശ്വാസത്തിൽ, മറ്റ് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലേക്കൊക്കെ വേണ്ടിയിട്ട് എന്നെ തന്നെ തള്ളിപ്പറയുന്ന, എൻ്റെ ദൈവത്തെ തള്ളിപ്പറയുന്ന അവസ്ഥയുണ്ടെങ്കിൽ അവിടെയൊക്കെ ഞാൻ ഈ ലോകവും അതിൻ്റെ നഗരങ്ങളും അതിൻ്റെ ആഡംബരങ്ങളും കണ്ട് അതിനു വേണ്ടിയിട്ട് ദൈവത്തെ തള്ളിപ്പറയുക. അതുകൊണ്ടാണ് ഈശോ പറയുക, നിനക്കല്ലാതെ ആർക്കും എന്നെ പുറത്താക്കാൻ പറ്റത്തില്ല. നിൻ്റെ മാരക പാപം കൊണ്ട് നിനക്കല്ലാതെ പിശാചിന് പോലും നിന്നെ നശിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. നിനക്കല്ലാതെ ഇമ്മാനുവേലിൻ്റെ സ്വഭാവം, ഇമ്മാനുവേൽ കൂടെ വസിക്കുന്നവന് അവനെ മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല. അവിടെ നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ, അങ്ങേ എന്നിൽ നിന്ന് പറിച്ചു മാറ്റുന്ന എല്ലാ പ്രവൃത്തികളും ഞാൻ ഈ നിമിഷം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള കൃപ എനിക്ക് തരണേ, അതിന് വില നൽകാനുള്ള കൃപ എനിക്ക് തരണേ, അതിനുള്ള ജ്ഞാനം എനിക്ക് തരണേ, അതിനുള്ള വിവേകം എനിക്ക് തരണേ. എൻ്റെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഇത്ര ഹ്രസ്വമായ കാലഘട്ടത്തിൽ ഈ ലോകത്തിൻ്റെ ആഡംബരത്തിന് വേണ്ടി ജീവിക്കാതെ, ലോകം മുഴുവൻ നേടിയാൽ നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം എന്ന വചനം ജീവിത നിയമമായി സ്വീകരിച്ചുകൊണ്ട് ആത്മാവിന് വേണ്ടി എൻ്റെ ആത്മാവിനെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാം പൂർത്തീകരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. നീ മാത്രമാണ് എൻ്റെ രക്ഷകൻ, നീ മാത്രമാണ് എന്നിൽ അവകാശമുള്ളവൻ, നിന്നിൽ ഞാൻ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.